ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്രൈം നമ്പർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. പ്രൈം നമ്പർ വെച്ചിട്ട് പ്രൈം നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, ഫംഗ്ഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ പ്രൈം നമ്പർ? എ നമ്പർ ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ഹാസ് നോ ഡിവൈസർ അതർ ദാൻ വൺ ആൻഡ് ഇറ്റ് സെൽഫ്. ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 2, 2, 3, 5, 7, 11. ഇനി നമ്മളിപ്പോൾ നോട്ട് പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4, 4, 6 ഇതെല്ലാം നോട്ട് പ്രൈം ആണ്. കാരണം ഇതിന് 6 ഒക്കെ ആകുമ്പോൾ അതിന് 2 കൊണ്ടും 3 കൊണ്ടും ഒക്കെ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കോഡ് എഴുതിയിട്ടുണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട്. ഫംഗ്ഷൻ പ്രൈം നം, സോറി, ഫംഗ്ഷൻ പ്രൈം നം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഫംഗ്ഷന് പ്രൈം എന്ന് പേര് കൊടുത്തിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് അതിലെ ടേക്ക് നം ആസ് ആൻ ഇൻപുട്ട്. നമ്മിനെ നമ്മൾ നം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂസിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇഫ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇറ്റ്സ് നോട്ട് എ പ്രൈം. നമ്മിന്റെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതോ ഒന്നോ ആണെങ്കിൽ അത് ഫോൾസ് ആയിട്ട് വരും. കാരണം പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനേക്കാളും സീറോയിനേക്കാൾ താഴെയുള്ളതോ ഒന്നും പ്രൈം നമ്പർ ആവില്ല. പക്ഷെ രണ്ട് പ്രൈം നമ്പർ ആണ് കേട്ടോ. അതാണ് ഈ ഒരു ലൈൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലേ, ഇത് ഇതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇഫ് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ ഫോൾസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് ഇതാണല്ലോ. ഫോർ ഐ ഈക്വൽ ടു 2, നമ്മൾ 2 നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഐ ലെസ് ദാൻ നം ഐ പ്ലസ് പ്ലസ് ആണെങ്കിൽ ഇഫ് നം മോഡ് ഐ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഫോൾസ് വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി യൂസ് ദ മോഡുലർ ഓപ്പറേറ്റർ ടു ചെക്ക് ഇഫ് ദ നമ്പർ ഹാസ് എനി ഡിവിസർ അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ഡിവിസിബിൾ ഇറ്റ്സ് നോട്ട് എ പ്രൈം, റിട്ടേൺ ഫോൾസ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് വി ഫിനിഷ് ദ ലൂപ്പ് വിത്തൗട്ട് റിട്ടേണിങ് ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രൈം നമ്പർ. അങ്ങനെ അത് റിട്ടേൺ ട്രൂ ആവും. നമുക്കിതിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മായിട്ട് നമ്മൾ ആദ്യം 6നെയാണ് എടുക്കണതെന്ന് വിചാരിക്കും. ഓക്കെ, 6നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലൈനിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? 6 മോഡ് 2, ഐയുടെ വാല്യൂ 2 ആണല്ലോ. ഈക്വൽ ടു 0 ആണോ? അതെ, അതുകൊണ്ട് അത് ഫോൾസ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 7 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 7 ആണെങ്കിൽ 7 മോഡ് 2 എന്ന് പറയുന്നത് 0 അല്ല. 7 മോഡ് 2 ഈക്വൽ ടു 0 അല്ലാത്തത് കൊണ്ട് റിട്ടേൺ ട്രൂ വന്നു. അങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേറൊരു കാര്യം കൂടി നോക്കാനുണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് നമുക്കിപ്പോൾ കുറച്ച് നമ്പർ ചെറിയ നമ്പറുകളൊക്കെയാണ് തരണേന്നുണ്ടെങ്കിലാണ് ഈ രീതിയിൽ ചെയ്യുക. നമുക്കിപ്പോൾ വലിയ നമ്പറുകൾ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല മീൻസ് ഇതും കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഇതിൽ വേറൊരു ചെറിയ വ്യത്യാസം വരുത്താം. ഓക്കെ, ഞാൻ അതിനെ ഇവിടെ കോപ്പി ചെയ്തു, അതിനെ കമന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു മാത്ത് ഡോട്ട് SQU സ്ക്വയർ റൂട്ട്, എന്നിട്ട് നമ്മൾ ഈ നമ്മിനെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരണേന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ നം എന്നതിന് പകരമായിട്ട് ഇവിടെ ഈക്വൽ ടു കൊടുത്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് നമ്മിനെ ബ്രാക്കറ്റിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ് മാത്ത് ഡോട്ട് സ്ക്വയർ? അത് ജാവാസ്ക്രിപ്റ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ, ഇറ്റ് റിട്ടേൺ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ നമ്മിന്റെ സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് കംസ് ഫ്രം ദ മാത്ത് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ 9 ആണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ആണ് റിട്ടേൺ കിട്ടുക. മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ടിൽ 49 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 7 കിട്ടും. ഓക്കെ, വെൻ വി സേ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് now we are asking the JavaScript to give us the square root of the number. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് 47 പറഞ്ഞു, 49 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 49 മോഡ് 7 ഈക്വൽ ടു 0 വന്നു. ഓക്കെ, അങ്ങനെ വരുന്നത് കൊണ്ട് ഇത് നോട്ട് എ പ്രൈം ആണ്. നമ്മളിപ്പോൾ 48 കൊടുത്താലും ഇതിപ്പോൾ 6 വെച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ 48 മോഡ് 2 ഈക്വൽസ് ടു 0 ആണ്. അപ്പോൾ ഇതും നോട്ട് എ പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമ്മൾ 7 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
7 അല്ല. സ്ക്വയർ റൂട്ടിന്റെ വരുമ്പോൾ വലിയ നമ്പറുകളാണ് നമ്മൾ വലിയ നമ്പറുകൾ വരുമ്പോഴാണ് ഇത് കുറേം കൂടി ഈസി ആയിട്ട് ചെറുതിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലുതിലാവുമ്പോഴാണ് വലിയ നമ്പേഴ്സുകൾ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ. ഇനി നമുക്ക് ഇതിലെ ഈ ഒരു ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ആണ്. ഇതിലെ നമുക്ക് കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. 2 സ്ഥലത്ത് ഇഫ് കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് condition check cheyanattallo. Handle edge case like 0 and 1 and negative numbers. Before checking if a number is a prime, we first handle edge cases. And then edge cases. Edge cases like if the number is a 1, 0 or even negative numbers are on the nokum. Okay, this does not fit the normal definition of the frames, so we return false right away. നെഗറ്റീവ് ആണോ സീറോ ആണോ അല്ലെങ്കിൽ ഇവിടെ വണ്ണും പാടില്ലല്ലോ, അതുകൊണ്ട് അത് ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെയുള്ളതാണ് ഈ എഡ്ജ് കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ റൂട്ടിന്റെ കാര്യം, സ്ക്വയർ റൂട്ട് മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ടിന്റെ കാര്യം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മോഡുലർ ഓപ്പറേറ്റർ നം മോഡ് ഐ എന്നുള്ളത് അത് പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതായിട്ട് യൂസ് ചെയ്യുന്നു. ഇറ്റ്സ് ചെക്ക് ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ അനദർ നമ്പർ. കീ ലോജിക് ഫോർ ദ ഡിറ്റക്ഷൻ ഇഫ് എ നമ്പർ ഹാസ് എനി ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. അതാണ് ഈ ഒരു ലൈനിൽ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നു. റിട്ടേൺ നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൺസോൾ ഡോട്ട് ലോഗിൽ ഈ 6 എടുക്കുമ്പോൾ നമുക്ക് ഫോൾസ് വരുന്നു, 7 എടുക്കുമ്പോൾ നമുക്ക് ട്രൂ വരുന്നു. ഓക്കെ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പിൽ ഇത് ചെയ്യാം. ആ 2 ടൈപ്പ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.